ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി ഹോം മെയ്ഡ് പിസ്സയാണ്. നമുക്കും ഇതുപോലെ വീട്ടിൽ എളുപ്പത്തിൽ തന്നെ പിസ്സ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നത് ഒരു കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ്. നമ്മൾ ഇളം ചൂടുള്ള വെള്ളം തന്നെ എടുക്കണം. ഒരുപാട് ചൂട് കൂടിപ്പോയാൽ നമ്മുടെ ഈസ്റ്റ് ആക്റ്റീവ് ആവാതെ വരും. അപ്പോൾ നമുക്ക് മാവ് അങ്ങനെ പൊങ്ങി കിട്ടൂല. അതിനാണ് നമ്മൾ ഇളം ചൂടുള്ള വെള്ളം തന്നെ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് ആണെങ്കിൽ അത്രയും നല്ലത്. നമുക്ക് നന്നായിട്ട് തന്നെ പൊങ്ങിക്കിട്ടും. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലാത്ത ഈസ്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് കുറച്ച് നേരം അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് തന്നെ ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈസ്റ്റ് കുറച്ചൊക്കെ പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മൈദ മാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ആദ്യം 2 കപ്പ് മൈദ മാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ഒറിഗാനോയും 1 ടീസ്പൂൺ ഗാർലിക് പൗഡറുമാണ്. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമുക്ക് വെള്ളം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ പൊടി കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നമുക്കൊരു ചപ്പാത്തി മാവിൻ്റെ അളവിൽ അതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ടുള്ള രീതിയിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. ഞാനിവിടെ നമ്മുടെ ബീറ്റർ യൂസ് ചെയ്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. പിന്നെ ഞാനിതിലേക്ക് ഒരു അര കപ്പ് കൂടെ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുത്താൽ മാത്രമേ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ഈ മാവ് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലും കൂടെ നമ്മൾ ഓയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അത് മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു നനഞ്ഞ തുണി കൊണ്ട് നമുക്കിത് മൂടി വെക്കാം. അല്ലെങ്കിൽ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നമുക്കിത് കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സയിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 250 ഗ്രാമോളം എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ക്യൂബ്സാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ യോഗേർട്ട്, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് സോയാ സോസും. പൊടികളുടെ അളവൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും എരിവിനൊക്കെ അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയായിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ മാവ് ഇവിടെ ആവശ്യത്തിന് പൊങ്ങിയിട്ടുണ്ട്. നോക്കൂ, കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പിസ്സയിലേക്കുള്ള സോസ് തയ്യാറാക്കിയെടുക്കാം. പിസ്സ സോസ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്തിട്ടുള്ള തക്കാളി തന്നെ നോക്കിയെടുക്കണം. അതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാള ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നന്നാക്കി പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ആ ടൊമാറ്റോ പ്യൂരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വറ്റി വരുന്നതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പിസ്സയുടെ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോയും ഒരു ടീസ്പൂണോളം തന്നെ ചില്ലി ഫ്ലേക്സും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ അങ്ങനെ ഒരുപാട് മൊരിച്ചെടുക്കൊന്നും വേണ്ട. ഇതുപോലെ ഒന്ന് സോഫ്റ്റായിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിടുവിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് ബലം പ്രയോഗിക്കാതെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്ത് നമുക്ക് ഉരുളകളാക്കി മാറ്റിയെടുക്കാം. ഇനി ഞാനിവിടെ എയർ ഫ്രയറിലാണ് പിസ്സ ഉണ്ടാക്കുന്നത്. അപ്പോൾ എയർ ഫ്രയറിൽ വെക്കുന്ന ലൈനിങ് ആണിത്. അതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണ വരട്ടിയിട്ട് ഒരു ഉരുള മാവെടുത്ത് നമ്മുടെ കൈ കൊണ്ട് തന്നെ പരത്തി സെറ്റാക്കി വെക്കണം. സൈഡിലേക്ക് ഇതുപോലെ കുഴിയാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇത് നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് കുത്തി കൊടുക്കണം. അതധികം പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുത്തി കൊടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം.
അത്യാവശ്യം തന്നെ ചേർത്ത് കൊടുക്കണം. ഒരു 2-3 ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് എല്ലാ സൈഡിലേക്കും എത്തുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിസ്സ സോസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മൊസറല്ല ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്രേറ്റഡ് മൊസറല്ല ചീസ് കുറച്ചധികം തന്നെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ചീസൊക്കെ ചീസ് പിസ്സയിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ടെക്സ്ചറൊക്കെ കിട്ടുള്ളൂ. പിസ്സയിൽ ഉപയോഗിക്കുന്ന മൊസറല്ല ചീസ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ചീസ് തന്നെയായിരിക്കണം. അപ്പോഴേ നമുക്ക് നല്ല ഇതായിട്ട് കിട്ടുള്ളൂ. ഇനി നമ്മളിതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്രീൻ കളർ ക്യാപ്സിക്കവും ഓണിയനും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു ടൊമാറ്റോ ഇതുപോലെ കട്ട് ചെയ്ത് ഫ്ലഷൊക്കെ മാറ്റിയിട്ട് സൈഡ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള താരം എന്ന് പറയുന്നത് ചിക്കനും കൂടെ നമ്മുടെ ഇടയിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ബ്ലാക്ക് ഒലീവ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മഷ്റൂംസ്, പിന്നെ സോസേജ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചേർക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ നമ്മൾ ചേർത്തിട്ട് സെറ്റാക്കി എടുക്കണം. ഇനി ഞാൻ കുറച്ച് ബ്ലാക്ക് ഒലീവ്സും കൂടെ ഇതിൻ്റെ സൈഡിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിടിയും കൂടെ മൊസറല്ല ചീസ് മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ബ്ലാക്ക് ഒലീവ്സും അവിടെ ഇവിടെയായിട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ബ്ലാക്ക് ഒലീവ്സ് വെക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു പിസ്സയുടെ ഒരു ലുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ കുറച്ച് അത്യാവശ്യം തന്നെ മൊസറല്ല ചീസ് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒറിഗാനോയും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി സൈഡിലൂടെ നമ്മൾ കുറച്ച് ഒലീവ് ഓയിലും കൂടെ ജസ്റ്റ് സൈഡിലൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇത് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓവനൊക്കെ ഉള്ളവർക്ക് ഓവൻ യൂസ് ചെയ്യാം. 180 ഡിഗ്രി സെൽഷ്യസിലൊരു 15 മിനിറ്റ്സൊക്കെ മതിയാവും. ഞാനിവിടെ എയർ ഫ്രയർ യൂസ് ചെയ്തിട്ടാണ് പിസ്സ ബേക്ക് ചെയ്തെടുക്കുന്നത്. എയർ ഫ്രയർ ഒരു 5 മിനിറ്റോളം ഞാനൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിത് ഈ പേപ്പർ കൊടുക്കാനെ നമ്മളിതിലേക്ക് ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് നമ്മളൊരു 10 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും തന്നെ പിസ്സയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.